ഡിജിറ്റൽ പണമിടപാടുകളുടെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് UPI. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് NPCI UPI ഉപയോഗിക്കുന്നവർക്കായി ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. 2025 ജൂലൈ 31 മുതൽ ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? വിശദമായി അറിയാം. UPI സംവിധാനം കൂടുതൽ സുരക്ഷിതവും സുഗമമാക്കുക എന്നതാണ് ഈ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം. ബാങ്കുകൾക്കും പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർമാർക്കും NPCI ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാലൻസ് ചെക്കിംഗ്, ഓട്ടോ പേ, ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് അറിയുക തുടങ്ങിയ 10ഓളം സേവനങ്ങളുടെ ഉപയോഗത്തിലാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ വരുന്നത്. ഇനി മുതൽ ദിവസത്തിലെ ചില സ്പെസിഫിക് ടൈം സ്ലോട്ടുകളിൽ മാത്രമേ ഈ സൗകര്യങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയൂ. 2025 മെയ് 21 NPCI പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ബാങ്കുകളും പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർമാരും UPIയിലേക്ക് അയക്കുന്ന എല്ലാ API അഭ്യർത്ഥനകളും കൃത്യമായി നിരീക്ഷിക്കണം. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ബാങ്കുകൾക്കും UPI സേവനദാതാക്കൾക്കുമെതിരെ പിഴ ചുമത്തുകയോ API ഉപയോഗം നിയന്ത്രിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ പുതിയ ഉപഭോക്താക്കളെ ചേർക്കാനുള്ള അനുമതി റദ്ദാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ബാലൻസ് പരിശോധിക്കുന്നതിലാണ്. ഓഗസ്റ്റ് 1 മുതൽ ഓരോ UPI ആപ്പിലും ഒരു ഉപഭോക്താവിന് ഒരു ദിവസം പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ. അതായത് നിങ്ങൾ Paytm, ഫോൺപേ എന്നിങ്ങനെയുള്ള ഒന്നിലധികം ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആപ്പിലും ഈ 50 എന്ന പരിധി ബാധകമാകും. നമ്മുടെ ബില്ലുകൾ, SIP, വിവിധ സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന UPI ഓട്ടോ പേ സൗകര്യത്തിലും മാറ്റങ്ങൾ വരുന്നു. ഇനി മുതൽ ഓട്ടോ പേ പ്രധാനമായും നടക്കുക തിരക്കില്ലാത്ത സമയങ്ങളിലായിരിക്കും. പുതിയ നിർദ്ദേശം അനുസരിച്ച് ഓട്ടോ പേയ്ക്കായി ഒരു പ്രധാന ശ്രമവും പിന്നീട് ഓരോ മാൻഡേറ്റിനും പരമാവധി 3 ശ്രമങ്ങൾ തിരക്കില്ലാത്ത സമയങ്ങളിൽ മിതമായ വേഗതയിലും നടത്താം. നിങ്ങൾക്ക് തിരക്കുള്ള സമയങ്ങളിൽ ഓട്ടോ പേ മാൻഡേറ്റുകൾ ഉണ്ടാക്കാമെങ്കിലും പണം പോകുന്നത് തിരക്കില്ലാത്ത സമയങ്ങളിലായിരിക്കും. ഒരിടപാട് നടന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ചെക്ക് ട്രാൻസാക്ഷൻ API ഉപയോഗിക്കുന്നതിലും മാറ്റങ്ങളുണ്ട്. ഒരു ട്രാൻസാക്ഷൻ ഒതന്റിക്കേറ്റ് ചെയ്ത് 90 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ ബാങ്കുകളും പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർമാരും അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ 2 മണിക്കൂറിനുള്ളിൽ മാക്സിമം 3 പ്രാവശ്യം മാത്രമേ ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കാൻ പാടുള്ളൂ. ഇനി ചില സ്പെസിഫിക് എറർ കോഡുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിൽ ആയി എന്ന് മനസ്സിലാക്കി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കാണാനുള്ള ലിസ്റ്റ് അക്കൗണ്ട് അഭ്യർത്ഥനയും ഇനി പരിമിതപ്പെടുത്തും. ഓരോ ആപ്പിലും ഒരു ഉപഭോക്താവിന് 24 മണിക്കൂറിനുള്ളിൽ 25 തവണ മാത്രമേ ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയൂ. അതും നിങ്ങൾ UPI ആപ്പിൽ ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷവും നിങ്ങളുടെ അനുമതിയോടെയും മാത്രമേ വീണ്ടും ശ്രമിക്കാൻ പാടുള്ളൂ. കൂടാതെ എല്ലാ ബാങ്കുകളും അവരുടെ സിസ്റ്റങ്ങൾ CERT ഇൻ അംഗീകൃത ഓഡിറ്റർമാരെ കൊണ്ട് വർഷം തോറും ഓഡിറ്റ് ചെയ്യിക്കണം. ഇതിന്റെ ആദ്യ റിപ്പോർട്ട് 2025 ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഈ മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകളെ വലിയ തോതിൽ ബാധിക്കുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ 10 കാര്യങ്ങളിൽ ഓട്ടോ പേ മാൻഡേറ്റ് ഒഴികെ ബാക്കിയുള്ളവ സാമ്പത്തികേതര സേവനങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയങ്ങളിലെ പണം അയക്കൽ പോലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വലിയ തടസ്സമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. തീർച്ചയായും ഈ പുതിയ നിയമങ്ങൾ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ UPI സംവിധാനത്തെ കൂടുതൽ സുരക്ഷിതവും സ്ഥിരതയുള്ളതും മികച്ചതാക്കുക എന്നതുമാണ് NPCIയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളെ നമുക്ക് പോസിറ്റീവായി സമീപിക്കാം. UPI ഉപയോഗിക്കുമ്പോൾ ഈ പുതിയ നിർദ്ദേശങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.